Hi guys, ഈ വീഡിയോയിൽ ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക്കാണ് ക്രോമാറ്റോഗ്രഫി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫീസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്. അപ്പം ഈ വീഡിയോയിൽ ബേസിക് കാര്യങ്ങളും ക്രോമാറ്റോഗ്രഫിയുടെ ടൈപ്സും കൂടെ പേപ്പർ ക്രോമാറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയും കൂടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോസിലായിട്ട് കോളം ക്രോമാറ്റോഗ്രഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, HPLC ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ അപ്കമിങ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്രോമാറ്റോഗ്രഫി ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഒരു മിക്സ്ചറിൽ ഡിഫറെൻറ്റ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ലബോറട്ടറി ടെക്നിക്കാണ് ക്രോമാറ്റോഗ്രഫി. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ സാമ്പിളിൽ ഒരുപാട് കോമ്പണൻസ് അടങ്ങിയ ഒരു മിക്സ്ചറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മിക്സ്ചറിൽ ഓരോരോ കോമ്പണൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ കോമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ഈ മിക്സ്ചറിനെ ഒരു ഫ്ലൂയിഡിൽ ഡിസോൾവ് ചെയ്യിക്കും. ഈ ഫ്ലൂയിഡാണ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസ് സാമ്പിളിനെ മറ്റൊരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ മെറ്റീരിയലാണ് സ്റ്റേഷനറി ഫേസ്. ഇത് യൂഷ്വലി വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെ മേലിൽ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോളം ക്രോമാറ്റോഗ്രഫി ആണെങ്കിൽ കോളത്തിൽ ഫില്ല് ചെയ്തിട്ടായിരിക്കും സ്റ്റേഷനറി ഫേസ് ഉണ്ടാകുക. തിൻ ലെയറോ പേപ്പർ ക്രോമാറ്റോഗ്രഫിയുടെ കേസിലാണെങ്കിൽ ഒരു പ്ലാനാർ സർഫസിലായിരിക്കും സ്റ്റേഷനറി ഫേസ് ഉണ്ടാവുക. ക്രോമാറ്റോഗ്രഫിയിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണ് മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും. മൊബൈൽ ഫേസിൻ്റെ ഹെൽപ്പോടു കൂടി ഈ മിക്സ്ചർ ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യേണ്ട ഈ മിക്സ്ചർ സ്റ്റേഷനറി ഫേസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കോമ്പണൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. ഓരോ കോമ്പണൻസും ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും സ്റ്റേഷനറി ഫേസിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ഓരോ കോമ്പണൻസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ക്രോമാറ്റോഗ്രഫിയിൽ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെയും മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ആയിട്ടുള്ള ഒരു ഫിസിക്കോ കെമിക്കൽ ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ടാണ് സെപ്പറേഷൻ സംഭവിക്കുന്നത്. മൊബൈൽ ഫേസ് ആയിട്ട് ഗ്യാസോ ലിക്വിഡോ സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലൂയിഡോ ആണ് യൂസ് ചെയ്യുന്നത്. സോളിഡ് യൂസ് ചെയ്യില്ല. ഗ്യാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ക്രോമാറ്റോഗ്രഫീൻ്റെ പേര് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ലിക്വിഡാണ് മൊബൈൽ ഫേസ് എങ്കിൽ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലൂയിഡാണ് മൊബൈൽ ഫേസ് എങ്കിൽ സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലൂയിഡ് ക്രോമാറ്റോഗ്രഫി. സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനും ക്രിറ്റിക്കൽ പ്രഷറിനും മുകളിലുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂഷ്വലി സോളിഡാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡും യൂസ് ചെയ്യും. സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഗ്യാസ് യൂസ് ചെയ്യില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ്റെ ബേസിസിൽ, സ്റ്റേഷനറി ഫേസിൻ്റെ ബേസിസിൽ ആൻഡ് മൊബൈൽ ഫേസിൻ്റെ ബേസിസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ ബേസിസിൽ ക്രോമാറ്റോഗ്രഫിയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. ഏത് മെത്തേഡാണ് ഈ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഒരു മിക്സറിൽ നിന്ന് ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്ത മെക്കാനിസം, അതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ പ്രിൻസിപ്പൽ ഓർ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിലുള്ളത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ആൻഡ് സൈസ്-എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രഫി. ഫസ്റ്റ് വൺ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. ഇതിനൊരു എക്സാമ്പിളാണ് HPLC. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു റൈസിൻസിൻ്റെ മേലിൽ മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യും. മോളിക്യൂൾ ഈ റൈസിനുമായിട്ടുള്ള അഫിനിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു അഡ്സോർപ്ഷൻ. അതായത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഒരു പോളാർ റൈസിനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ പോളാറായിട്ടുള്ള മോളിക്യൂൾസ് ഈസിലി അഡ്സോർബ് ചെയ്യും ഈ സർഫസിൽ. പക്ഷേ ലെസ് പോളാറായിട്ടുള്ളത് അഡ്സോർബ് ചെയ്യില്ല. അപ്പോൾ അത് ഫാസ്റ്റായിട്ട് സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ഈ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിലെ സെപ്പറേഷൻ മെക്കാനിസം. നെക്സ്റ്റ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിക്ക് എക്സാമ്പിളാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ലിക്വിഡാണ്. മൊബൈൽ ഫേസ് ഒരു സോൾവെൻറ്റും സ്റ്റേഷനറി ഫേസ് പേപ്പറിലുള്ള വാട്ടർ മോളിക്യൂൾസും ആയിരിക്കും. ഈ രണ്ട് ലിക്വിഡ് ഫേസിൻ്റെ ഇടയിൽ സാമ്പിളിലെ കോൺസ്റ്റിറ്റ്യുവൻസിനെ പാർട്ടീഷൻ സംഭവിക്കും. അപ്പോൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫിയിലെ പ്രിൻസിപ്പൽ. നെക്സ്റ്റ് ഇസ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. അയൺ എക്സ്ചേഞ്ചിൽ
നെയിമിലുള്ള പോലെ തന്നെ അയൺസിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുക. റേസിൻസിലുള്ള അയൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ മിക്സ്ചറിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അയൺസ് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ബൈൻഡ് ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസിനെ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൈൻഡ് ചെയ്യാത്തത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഈസിലി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി. ഇവിടെ പ്യൂരിഫിക്കേഷൻ സൈസിൻ്റെ ബേസിസിലാണ്. സൈസ് എക്സ്ക്ലൂഷന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി എന്നും കൂടെ പറയും. സോ ഇതാണ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ്റെ ബേസിസിലുള്ള ക്രൊമാറ്റോഗ്രഫിക് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് സ്റ്റേഷനറി ഫേസിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. സ്റ്റേഷനറി ഫേസ് സോളിഡോ ലിക്വിഡോ ആയിരിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ക്രൊമാറ്റോഗ്രഫിക് ബെഡ് അല്ലെങ്കിൽ റേസിൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേഷനറി ഫേസ് ഉണ്ട്. പ്ലെനാർ സ്റ്റേഷനറി ഫേസ് ആൻഡ് കോളം സ്റ്റേഷനറി ഫേസ്. പ്ലെനാറിൽ സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക ഒരു പ്ലെയിൻ സർഫസിലായിരിക്കും, ലൈക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആൻഡ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഉള്ള പോലെ. കോളം യൂസ് ചെയ്തിട്ടുള്ള ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സ് ആണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, HPLC, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി. ഇതിലെല്ലാം കോളം യൂസ് ചെയ്യുന്നുണ്ട്. കോളം പാക്ഡ് ആവാം അല്ലെങ്കിൽ ട്യൂബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കോളം ക്രൊമാറ്റോഗ്രഫി അതുപോലെ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയുടെ ഒക്കെ കേസിൽ പാക്ഡ് കോളാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയുടെ HPLCയുടെ ഒക്കെ കേസിൽ ട്യൂബാണ് കോളായിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫേസിൻ്റെ ബേസിസിലെ ക്ലാസിഫിക്കേഷനാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രൊമാറ്റോഗ്രഫി, ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസാണ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുമെങ്കിൽ അതിൻ്റെ പേരാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡാണ് മൊബൈൽ ഫേസിലെങ്കിൽ അതിൻ്റെ പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രൊമാറ്റോഗ്രഫി. യൂഷ്വലി ഇവിടെ CO2 ഒക്കെയാണ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിക്വിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. സ്റ്റേഷനറി ഫേസ് ഏത് ലിക്വിഡോ അല്ലെങ്കിൽ സോളിഡോ ആയിരിക്കാം. ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിക്ക് എക്സാമ്പിളാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി, കോളം ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും രണ്ടും ലിക്വിഡാണ്. കോളം ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ എപ്പോഴും മൊബൈൽ ഫേസ് ലിക്വിഡ് ആയിരിക്കും. സ്റ്റേഷനറി ഫേസ് ലിക്വിഡോ സോളിഡോ ആവാം. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ലിക്വിഡാണ്, സ്റ്റേഷനറി ഫേസ് ലിക്വിഡോ സോളിഡോ ആവാം. ഇത്രയാണ് മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ക്രൊമാറ്റോഗ്രഫിയുടെ ടൈപ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആൻഡ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയാണ്. മറ്റ് 3 ക്രൊമാറ്റോഗ്രഫി, കോളം ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, HPLC കമ്മിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫറെൻറ്റ് ക്രൊമാറ്റോഗ്രഫീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ പറ്റും. ഓരോ മെത്തേഡ് തന്നിട്ടുണ്ട്, മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ് തന്നിട്ടുണ്ട്, അതുപോലെ എങ്ങനെയാണ് ഓരോ മോളിക്യൂളും ഈ ഫേസിൽ നിൽക്കുന്നത്, അതിൻ്റെ റിറ്റൻഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട്. ഇത്രയാണ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ഉള്ളത്. ഇനി നമുക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫി നോക്കാം. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ലിക്വിഡാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്നും പ്ലാനാർ ക്രൊമാറ്റോഗ്രഫി എന്നും പറയും. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി രണ്ട് മൊബൈൽ ഫേസിൻ്റെ സ്റ്റേഷനറി ഫേസിൻ്റെ രണ്ട് ലിക്വിഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് സാമ്പിളിൻ്റെ പാർട്ടീഷനിങ് സംഭവിക്കും, അതുകൊണ്ട് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. അതുപോലെ സ്റ്റേഷനറി ഫേസ് ഒരു പ്ലെനാർ സർഫസിലാണ്, പേപ്പറാണല്ലോ യൂസ് ചെയ്യുന്നത്. പേപ്പറിലാണ് വാട്ടറൊക്കെയാണ് യൂഷ്വലി സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊരു പ്ലെയിൻ സർഫസിലാണ്, അതുകൊണ്ട് പ്ലെനാർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയും. നോർമൽ അല്ലെങ്കിൽ സിമ്പിൾ പേപ്പേഴ്സാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ് നടക്കുന്നത്. രണ്ട് ലിക്വിഡ് ഫേസസ്, മൊബൈൽ ഫേസ് സോൾവെൻറ്റും സ്റ്റേഷനറി ഫേസ് വാട്ടറും, ഈ രണ്ട് ലിക്വിഡ് ഫേസസിൻ്റെ ഇടയിൽ സാമ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പാർട്ടീഷൻ സംഭവിക്കും, അത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. ഇനി പേപ്പർ ഈസ് ഇംപ്രിൻറ്റഡ് വിത്ത് സിലിക്ക ഓർ അലുമിന, അപ്പോൾ അവിടെ സ്റ്റേഷനറി ഫേസ് ഈ സോളിഡ്സ് ആയിരിക്കും, മൊബൈൽ ഫേസ് സോൾവെൻറ്റുമാണ്, ലിക്വിഡാണ്. ഇവിടെ മൊബൈൽ ഫേസ് ലിക്വിഡും സ്റ്റേഷനറി ഫേസ് സോളിഡുമാണ്. അപ്പോൾ ഈ സോളിഡ് സർഫസിലോട്ട് സാമ്പിൾസിലെ കോൺസ്റ്റിറ്റ്യുവൻസ് അഡ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മെക്കാനിസം അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. മോർ യൂഷ്വലി പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിലെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ്? പേപ്പർ, സോൾവെൻറ്റ്, സാമ്പിൾ. ഏത് മെറ്റീരിയലിലാണോ നമ്മൾ സാമ്പിളിൻ്റെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ആ സർഫസാണ് പേപ്പർ. അതുപോലെ സാമ്പിളിനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സോൾവെൻറ്റ് സൊല്യൂഷൻ. പിന്നെ ഏത് മെറ്റീരിയലിനെയാണോ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ മെറ്റീരിയലാണ് സാമ്പിൾ. സാമ്പിളിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് പേപ്പർ യൂസ് ചെയ്യണം, ഏത് സോൾവെൻറ്റ് ഓർ ബഫർ യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പേപ്പേഴ്സ് സിമ്പിൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് വാട്ട്മാൻ
പേപ്പേഴ്സ്, വാർഡ്മാൻ പേപ്പർ, ഡിഫറെൻറ്റ് ഗ്രേഡ്സിലുള്ള വാർഡ്മാൻ പേപ്പേഴ്സ് യൂസ് ചെയ്യും. ഗ്രേഡ്സ് ഇതിലുള്ള പോർ സൈസിനനുസരിച്ചാണ് ഗ്രേഡ്സ് പറയുന്നത്. പിന്നെ മോഡിഫൈഡ് പേപ്പേഴ്സ് വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് പേപ്പേഴ്സ് ഉണ്ട്. മെത്തനോൾ, ഗ്ലൈക്കോൾ, ഗ്ലിസറോൾ അത് ഹൈഡ്രോഫിലിക് പേപ്പറാണ്. അതുപോലെ ഹൈഡ്രോഫോബിക് പേപ്പറിൽ OH ഗ്രൂപ്പിൻ്റെ അസിറ്റൈലേഷൻ നടത്തുമ്പോൾ പേപ്പറിനെ ഹൈഡ്രോഫോബിക് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹൈഡ്രോഫോബിക് പേപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് റിവേഴ്സ് ക്രോമാറ്റോഗ്രഫിയാണ്. ബിക്കോസ് യൂഷ്വലി നോർമൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ വാട്ടറാണ് സ്റ്റേഷനറി ഫേസിൽ യൂസ് ചെയ്യുക, അത് പോളാറാണ്. പക്ഷേ ഹൈഡ്രോഫോബിക്കിൻ്റെ കേസിൽ സ്റ്റേഷനറി ഫേസ് നോൺ പോളാറാണ് ആൻഡ് സോൾവെൻറ്റ് പോളാറും. അപ്പോൾ ഇവിടെ നടക്കുന്നത് റിവേഴ്സ് പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ്. പിന്നെ പേപ്പർ മോഡിഫൈ ചെയ്യുന്നത് അലുമിന, സിലിക്ക, അയൺ എക്സ്ചേഞ്ച് റെസിൻ ഇതൊക്കെ വെച്ചിട്ട് ഇംപ്രിൻറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു തിൻ ലെയർ ഓഫ് സിലിക്കയോ അലുമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസിനോ അപ്ലൈ ചെയ്യും. ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കുക പേപ്പേഴ്സ് മോഡിഫിക്കാറുണ്ട്. പിന്നെ സോൾവെൻറ്റ് പ്യുവർ സോൾവെൻറ്റ്, ബഫർ സൊല്യൂഷൻ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് സോൾവെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യും. ഏത് സാമ്പിളിനെയാണോ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് സോൾവെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസ് ഈ പേപ്പറിലുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. യൂഷ്വലി വാട്ടറാണ്. നോർമൽ പേപ്പറിലാവുമ്പോൾ വാട്ടറാണ് സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ടൈപ്പ് ഓഫ് പേപ്പറും അതുപോലെ സോൾവെൻറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചേമ്പർ ഗ്ലാസോ പ്ലാസ്റ്റിക്കോ സ്റ്റെയിൻലെസ് സ്റ്റീലോ എടുക്കും. ഗ്ലാസ്സാണ് യൂഷ്വലി ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. പ്രോസസ്സ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ചേമ്പർ ഏത് സോൾവെൻറ്റാണോ യൂസ് ചെയ്യുന്നത് ആ സോൾവെൻറ്റ് വെച്ചിട്ട് സാച്ചുറേറ്റ് ചെയ്യണം. ഒരു 20-30 മിനിറ്റ് സമയത്തേക്ക് ചേമ്പറിൽ ഏത് സോൾവെൻറ്റാണോ യൂസ് ചെയ്യുന്നത് ആ സോൾവെൻറ്റ് ഒരു ലെവൽ വരെ ഫില്ല് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് അടച്ചു വെക്കണം. ഈ സ്റ്റെപ്പിനെയാണ് സാച്ചുറേറ്റിംഗ് ദ ചേമ്പർ വിത്ത് സോൾവെൻറ്റ് വേപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പേപ്പർ സെലക്ട് ചെയ്തു, സോൾവെൻറ്റ് സെലക്ട് ചെയ്തു, അതുപോലെ ചേമ്പർ സാച്ചുറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സാമ്പിൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് പേപ്പറാണോ എടുക്കുന്നത് ആ പേപ്പറിൻ്റെ ഏകദേശം 1 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് പെൻസിൽ വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്യും, ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ. എന്നിട്ട് സാമ്പിൾസ് ലോഡ് ചെയ്യും. എത്ര സാമ്പിളാണോ ലോഡ് ചെയ്യുന്നത് അത് ലോഡ് ചെയ്യും. അപ്പോൾ 2-3 സാമ്പിൾസ് ഉണ്ടെങ്കിൽ 2-3 ഡ്രോപ്പായിട്ട് 2-3 സ്പോട്ടിലായിട്ട് ഈ ലൈനിൽ തന്നെ കൊടുക്കും. എന്നിട്ട് ഈ ലൈൻ ഉള്ള എൻഡ് സോൾവെൻറ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ, ഈ ലൈൻ ഡിപ്പായി പോകരുത്, അതിൻ്റെ ജസ്റ്റ് മുകളിൽ വരെ ആ എൻഡ് ഡിപ്പാവുന്ന രീതിയിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഈ ചേമ്പറിൽ പേപ്പർ വെക്കും. എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ട് ഈ ചേമ്പർ ക്ലോസ് ചെയ്ത് വെക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ലൈനിൽ നിന്നും ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സാമ്പിളിൻ്റെ പാർട്ടീഷൻ സംഭവിക്കും. ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള കോമ്പണൻസ് ആണെങ്കിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്പോട്ടായിട്ട് വിസിബിൾ ആയിരിക്കും ഈ ഓരോ കോമ്പണൻസും ട്രാവൽ ചെയ്യുന്നതും. അങ്ങനെ സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത് പേപ്പർ അടുത്ത ഇഞ്ചിൽ എത്തുന്നതിന് മുമ്പായിട്ട് പേപ്പർ ചേമ്പറിൽ നിന്നും എടുക്കും. പേപ്പർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് സെപ്പറേഷൻ മെക്കാനിസം അഡ്സോർപ്ഷനോ പാർട്ടീഷനോ ആയിരിക്കും. അതിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസ് സെപ്പറേറ്റ് ചെയ്ത് വരും. എന്നിട്ട് ഈ പേപ്പർ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് വിസിബിൾ ആണെങ്കിൽ ചില കേസിൽ ഈ സ്പോട്ട് വിസിബിൾ ആയിരിക്കും, കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ സ്പോട്ട് വിസിബിൾ ആയിരിക്കും, ചില കേസിൽ വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വിസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വിഷ്വലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടി വരും. സ്പോട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടാർഡേഷൻ ഫാക്ടർ RF വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫിഗറിൽ, തേർഡ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കോൺസ്റ്റിറ്റ്യൂൻറ്റും ഓരോ സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്തത്. അപ്പോൾ അത് റീച്ച് ചെയ്ത ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ലൈനിലാണോ നമ്മൾ സാമ്പിൾ അപ്ലൈ ചെയ്തത് ആ ലൈനിൽ നിന്നും ഈ കോമ്പണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് A ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ റെഡ് കോമ്പണൻറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ റെഡ് കോമ്പണൻറ്റ് ഈ ലൈനിൽ നിന്നും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് A ആണ്. അതുപോലെ സോൾവെൻറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അപ്പോൾ ഈ ലൈനിൽ നിന്നും സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് B ആണ്. അപ്പോൾ ഈ റെഡ് കളറിലുള്ള കോമ്പണൻറ്റിൻ്റെ റിട്ടാർഡേഷൻ ഫാക്ടർ RF വാല്യൂ A/B ആണ്. അതായത് ഈ കോമ്പണൻറ്റ് ലൈനിൽ നിന്നും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് ഈ ലൈനിൽ നിന്നും ഏത് ലെവലിൽ വരെ ട്രാവൽ ചെയ്തു ആ ഡിസ്റ്റൻസ്. അപ്പോൾ ഓരോ കോമ്പണൻറ്റിനും ഡിഫറെൻറ്റ് RF വാല്യൂ ആയിരിക്കും അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്
അനുസരിച്ചിട്ട് RF value is distance moved by the component divided by distance moved by the solvent. RF വാല്യൂവിൻ്റെ റേഞ്ച് 0 മുതൽ 1 വരെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന RF വാല്യൂ ഒരു റെഫറൻസ് ലിസ്റ്റിലെ RF വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ ഈ കോമ്പണൻ്റ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ സാമ്പിളിൻ്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ക്രോമാറ്റോഗ്രാം ഡെവലപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. അതായത് ക്രോമാറ്റോഗ്രാം മീൻസ് ഈ പേപ്പർ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ് ക്രോമാറ്റോഗ്രാം. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഒന്നാമത്തെ അസെൻഡിങ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. അസെൻഡിങ് ഡെവലപ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ നോർമൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതാണ് അസെൻഡിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രോമാറ്റോഗ്രാം. ഇനി അടുത്തത് ഡിസെൻഡിങ് ഡെവലപ്മെൻറ്റ്. ഇവിടെ സോൾവെൻറ്റ് ടാങ്ക് മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ പേപ്പറിൽ സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നത് മേലെ നിന്നും താഴോട്ടാണ്. നോർമൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ താഴെ നിന്നും മേലോട്ടാണ് സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നത്. ഡിസെൻഡിങ്ങിൽ മേലെ നിന്നും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ക്രോമാറ്റോഗ്രഫിയെ ഡിസെൻഡിങ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി തേർഡ് ടൈപ്പ് അസെൻഡിങ് ഡിസെൻഡിങ് ക്രോമാറ്റോഗ്രഫി. ഈ ടൈപ്പിലാണെങ്കിൽ സാമ്പിൾ ഒരു സൈഡിൽ അപ്ലൈ ചെയ്യും, പിന്നെ സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നത് 2 ഡയറക്ഷനിലും മൂവ് ചെയ്യും. ആദ്യം അസെൻഡിങ് മൂവ് ചെയ്യും, പിന്നെ ഡിസെൻഡിങ് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് അസെൻഡിങ് ഡിസെൻഡിങ് പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് സർക്കുലർ ഓർ റേഡിയൽ പേപ്പർ ക്രോമാറ്റോഗ്രഫി. റേഡിയൽ ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ പേപ്പറാണ് എടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ സാമ്പിൾ അപ്ലൈ ചെയ്യും. ഈ പേപ്പർ പെട്രി ഡിഷിൽ, ഒരു സോൾവെൻറ്റുള്ള പെട്രി ഡിഷിലോട്ട് ഒരു വിക്കിൻ്റെ സഹായത്തോടെ അതിൽ വെക്കും. ഈ വിക്ക് പെട്രി ഡിഷിലുള്ള സോൾവെൻറ്റ് ഈ സർക്കുലർ പേപ്പറിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സാമ്പിളിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സർക്കുലർ ഫാഷനിൽ സെപ്പറേറ്റ് ചെയ്യും. ഇതിനെയാണ് സർക്കുലർ ഓർ റേഡിയൽ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പാണ് 2 ഡയമെൻഷണൽ പേപ്പർ ക്രോമാറ്റോഗ്രഫി. 2D ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ ഒരു സ്ക്വയർ പേപ്പർ എടുക്കും, അതിൻ്റെ ഒരു കോർണറിൽ ആദ്യം സാമ്പിൾ കൊടുക്കും, എന്നിട്ട് അത് റൺ ചെയ്യിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. സോൾവെൻറ്റ് മൂവ് ചെയ്യും, ഡിഫറെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സാമ്പിൾ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സ്ക്വയർ പേപ്പറിന് നേരെ 90 ഡിഗ്രിയിൽ തിരിച്ചു വെക്കും. എന്നിട്ട് വീണ്ടും അടുത്തൊരു കോർണറിൽ വീണ്ടും സാമ്പിൾ കൊടുക്കും, വീണ്ടും സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് റൺ ചെയ്യും. അപ്പോൾ വീണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും സാമ്പിൾ. സോ സോൾവെൻറ്റ് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് 2D അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സാമ്പിളിൻ്റെ ഓരോ കോൺസ്റ്റൻസിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ ചിലത് നമ്മൾ ഡയറക്റ്റ്ലി വിഷ്വലൈസ് ചെയ്യാം, സ്പോട്ട് ഡയറക്റ്റ്ലി കാണാൻ പറ്റും കളേർഡ് ആണെങ്കിൽ. ചിലത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഡയറക്റ്റ് മെത്തേഡ്സിൽ കമ്പാരിസൺ ഓഫ് വിസിബിൾ സ്പോട്ട്സ്, ഫോട്ടോഡെസ്റ്റിനോമെട്രി, ഫ്ലോറിമെട്രി, റേഡിയോ ട്രേസർ. ഇൻഡയറക്റ്റ് മെത്തേഡായിട്ട് സ്പെക്ട്രോഫോട്ടോമെട്രി, ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പോട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം RF വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ ഫിസിക്കൽ മെത്തേഡ്സിൽ അയഡിൻ ചാമ്പർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ UV ചാമ്പർ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷന് UV ചാമ്പർ യൂസ് ചെയ്യും. പിന്നെ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നിൻഹൈഡ്രിൻ, ഫെറിക് ക്ലോറൈഡ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നിൻഹൈഡ്രിൻ അമിനോ ആസിഡിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെറിക് ക്ലോറൈഡ് ഫീനോൾ കോമ്പൗണ്ട്സിന്, ടാനിൻസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യും. ഇനി നിൻഹൈഡ്രിൻ മെത്തേഡൊക്കെ ഡിസ്ട്രക്റ്റീവ് മെത്തേഡിന് എക്സാമ്പിളാണ്. ബിക്കോസ് വിഷ്വലൈസ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ സാമ്പിളിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. പക്ഷേ അയൺ ചാമ്പറോ UV ചാമ്പറിലോ ഒക്കെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ UV ചാമ്പറിലുള്ള അയഡിൻ ചാമ്പർ വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ഇതൊക്കെ നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ്സ് ആണ്. പിന്നെ ഡെൻസിറ്റോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്പോട്ടിൻ്റെ ഡെൻസിറ്റി ക്വാണ്ടിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റോമെട്രി യൂസ് ചെയ്യും. സോറി, സ്ലൈഡിലുള്ള സ്പെല്ലിങ് തെറ്റാണ്. ഡെസ്റ്റിനോമെട്രി എന്ന് എഴുതിയിരിക്കുന്നത്, ഡെൻസിറ്റോമെട്രി എന്നാണ്. അടുത്തൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫ്ലോറിമെട്രി ആണ്. അതായത് ഫ്ലോറസെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോറിമെട്രി. പിന്നെ റേഡിയോ ട്രേസർ മെത്തേഡ് ഉണ്ട്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ റേഡിയോ ട്രേസർ മെത്തേഡ് യൂസ് ചെയ്യും ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സ്പെക്ട്രോഫോട്ടോമെട്രി, ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സ്. ഇനി ഇൻഡസ്ട്രിയിൽ പേപ്പർ ക്രോമാറ്റോഗ്രഫീൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്?
ഇങ്ക് ഡൈസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് കളറിങ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ്സിൽ നിന്ന് റൂട്ടിൽ നിന്നൊക്കെ പ്ലാന്റ് പിഗ്മെൻറ്റ്സ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. മിക്സ്ചർ ഓഫ് ഡ്രഗ്സ് സെപ്പറേറ്റ് ചെയ്യാനും പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ ആൻഡ് അമിനോ ആസിഡ് ഇവ സെപ്പറേറ്റ് ചെയ്യാനും പേപ്പർ ക്രോമാറ്റോഗ്രഫി ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഓർ TLC. ഇതിൽ സെപ്പറേഷൻ പൊളാരിറ്റിൻ്റെ ബേസിസിലാണ് സാമ്പിളിലെ കോമ്പണൻസിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്. മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോൾവെൻ്റ് ആണ്. സ്റ്റേഷനറി ഫേസ് യൂഷ്വലി സിലിക്ക ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ സർഫസിൽ തിൻ ലെയർ ഓഫ് സിലിക്ക ജെല്ല് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഫുഡ് ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് TLC യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ കോൺ മീൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെയും പീനട്ടിൽ നിന്ന് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങിൻ്റെയും മുമ്പായിട്ട് aflatoxinനും mycotoxinനും ടെസ്റ്റ് ചെയ്യുന്നത് TLC വെച്ചിട്ടാണ്. അതുപോലെ ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ആൻഡ് നാച്ചുറൽ പിഗ്മെൻറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്യാനും TLC യൂസ് ചെയ്യാറുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ. തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയിലും പ്രൊസീജിയർ പേപ്പർ ക്രോമാറ്റോഗ്രഫിയുടെ പോലെ തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഒരു TLC പ്ലേറ്റ് ഉണ്ടാക്കണം. ഗ്ലാസ് പ്ലേറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ പ്രീ കോട്ടഡ് പ്ലേറ്റ്സ്, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രീ കോട്ടഡ് പ്ലേറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലാബിൽ യൂഷ്വലി ഉണ്ടാക്കുമ്പം ഏതെങ്കിലും ഒരു മൈക്രോ സ്ലൈഡ് എടുക്കും. ആ സ്ലൈഡിൽ സിലിക്കയുടെ ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സോബൻ മെറ്റീരിയലായിട്ട് സിലിക്ക മാത്രമല്ല അലുമിന, ഡയറ്റമീഷ്യസ് എർത്ത്, സെല്ലുലോസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോബൻ്റെ ആയിട്ട് മോഡിഫൈഡ് സിലിക്ക യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളാർ ഓർ നോൺ പോളാർ ഗ്രൂപ്പ് ഉണ്ടാവും. പോളാർ ആണോ നോൺ പോളാർ ആണോ അതിനനുസരിച്ചിട്ട് ക്രൊമാറ്റോഗ്രഫി നോർമൽ ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ റിവേഴ്സ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആയിരിക്കും. നമ്മൾ ഏത് സാമ്പിളിനെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് TLC പ്ലേറ്റ്, സോബൻ മെറ്റീരിയൽ ഏത് സിലിക്കയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത്. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. ഈ തിൻ ലെയർ ആണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മൊബൈൽ ഫേസ് സോൾവെൻറ്റ് ലിക്വിഡ് ആണ്. സാമ്പിൾ കോമ്പണൻസ് ഈ തിൻ ലെയറിലോട്ട് അഡ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെപ്പറേഷൻ. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ സെപ്പറേഷൻ അഡ്സോർപ്ഷൻ മെക്കാനിസത്തിലൂടെയാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ചാമ്പറിനെ ഈ സോൾവെൻറ്റ് വേപ്പർ വെച്ചിട്ട് സാച്ചുറേഷൻ ചെയ്യണം. അപ്പം ഇങ്ങനെ ചാമ്പർ സാച്ചുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വെക്കും, അടച്ചു വെച്ചിട്ട് വെക്കും. പിന്നെ നമ്മൾ സാമ്പിൾ അപ്ലൈ ചെയ്യണം. സാമ്പിൾ അപ്ലൈ ചെയ്യുന്നത് ഈ TLC പ്ലേറ്റിലാണ്. അപ്പം ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യും. ഈ ലൈനിലാണ് സാമ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. എത്ര സാമ്പിൾ ഉണ്ടോ അതനുസരിച്ച് ഓരോ സ്പോട്ടായിട്ട് സാമ്പിൾ ആഡ് ചെയ്യും. എന്നിട്ട് ഈ പ്ലേറ്റ് സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കും. സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് ലൈനിൻ്റെ ജസ്റ്റ് ബിലോ വരെ വരുന്ന രീതിയിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുക. കാപ്പിലറി ആക്ഷൻ മൂലം സോൾവെൻറ്റ് ഈ പ്ലേറ്റിലൂടെ മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സാമ്പിളിലുള്ള കോമ്പണൻസ് സെപ്പറേറ്റ് ആവും. ഈ സെപ്പറേഷൻ പൊളാരിറ്റി ബേസിസിൽ നമ്മുടെ സിലിക്ക പ്ലേറ്റ് പോളാർ നേച്ചറാണ്, ഹൈലി പോളാർ നേച്ചറാണ്. അപ്പോൾ ഹൈലി പോളാർ ആയിട്ടുള്ളത് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. ലെസ് പോളാർ ആയിട്ടുള്ളത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിന് ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോൾവെൻറ്റ് താഴെ നിന്നും മേലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അസെൻഡിങ് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം എൻഡിൽ എത്തുന്നതിൻ്റെ മുന്നേ സോൾവെൻറ്റ് റൺ ചെയ്ത് ഏകദേശം അടുത്ത എൻഡിൽ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ പ്ലേറ്റ് ചാമ്പറിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും, സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും. പിന്നെ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാൻഡ്സിനെ വിഷ്വലൈസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ബാൻഡ്സ് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിലുള്ളത്. പിന്നെ കോമ്പണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഈ സാമ്പിൾ അപ്ലൈ ചെയ്ത ലൈനിൽ നിന്നും കോമ്പണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും മെഷർ ചെയ്തിട്ട് RF വാല്യൂ, റിട്ടാർഡേഷൻ ഫാക്ടർ വാല്യൂ കണ്ടുപിടിക്കും. RF is distance travelled by the component divided by distance travelled by solvent. അങ്ങനെ RF വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് റെഫറൻസ് ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ കോമ്പണൻറ്റ് ഏതാണെന്ന് ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയിൽ സോബൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മെക്കാനിസം, ക്രോമാറ്റോഗ്രാഫിക് മെക്കാനിസം ഡിഫറെൻ്റ് ആണ്. അതാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്.
അപ്പോൾ മെക്കാനിസംസ് അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച്, സൈസ്-എക്സ്ക്ലൂഷൻ ഓർ മൾട്ടിപ്പിൾ മെക്കാനിസം. ഈ മെക്കാനിസംസ് എല്ലാം വരുന്നുണ്ട് ഏത് സോൾവെൻ്റാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട്. ആൻഡ് ആ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസും ആണ് നെക്സ്റ്റ് കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് സോൾവെൻറ്റ്, സോർബെൻറ്റ്, ടൈപ്പ് ഓഫ് ഡെവലപ്പിംഗ് ചേമ്പർ, പിന്നെ വേപ്പർ ഫേസ് കണ്ടീഷൻസ്, സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഡെവലപ്പിംഗ് മോഡ്, അസെൻഡിങ് മോഡിലാണോ ഡെവലപ്പ് ചെയ്യുന്നത്, ഡിസെൻഡിങ് മോഡാണോ, റേഡിയൽ ആണോ, ഹൊറിസോണ്ടൽ ആണോ, ഈ കാര്യങ്ങൾ. പിന്നെ ഡെവലപ്മെൻറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ TLCയുടെ കാര്യത്തിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ ഡയറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ബാൻഡ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഒന്ന് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ്മെൻറ്റ്. ഇതിലൂടെ ഒരു ഡാർക്ക് ചാർഡ് ഏരിയ ഫോം ആവും. ഇതൊരു ഡിസ്ട്രക്റ്റീവ് കെമിക്കൽ മെത്തേഡാണ്. പിന്നെ അടുത്തൊരു മെത്തേഡാണ് അയഡിൻ വേപ്പർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അടുത്തത് അപ്പോൾ അയൺ വേപ്പർ ട്രീറ്റ്മെൻറ്റിൽ ഒരു കളേർഡ് കോംപ്ലക്സ് ഫോം ആവും. ഇതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡാണ്. അതായത് ഈ സാമ്പിളിന് ഡിസ്ട്രോയ് ചെയ്യാതെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്ന വിഷ്വലൈസേഷൻ മെത്തേഡാണ്. UV വിഷ്വലൈസേഷൻ മെത്തേഡ് ഫിസിക്കൽ മെത്തേഡാണ്. ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ UV ലൈറ്റിൽ വിഷ്വലൈസ് ചെയ്യാം. നെക്സ്റ്റ് ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഇൻഹിബിഷൻ ടെസ്റ്റുകൾ. അപ്പോൾ അത് ടോക്സിക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ഓഫ് cholinesterase ആക്ടിവിറ്റി ബൈ organophosphate പെസ്റ്റിസൈഡ്സ്. വിഷ്വലൈസേഷൻ മെത്തേഡ്സ്. പിന്നെ TLCയിൽ ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. അതെന്താണ്? TLC പ്ലേറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന TLC പ്ലേറ്റ്സ് കുറച്ചുകൂടെ സ്മോളർ ആൻഡ് മോർ യൂണിഫോം പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് കോട്ട് ചെയ്തതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സെപ്പറേഷനാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ സെപ്പറേഷൻ പോസിബിളാണ്. ഇതിനാണ് HPTLC അഥവാ ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ HPTLCയിൽ TLC പ്ലേറ്റ്സിൽ കോട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് കുറച്ചുകൂടെ സ്മോൾ ആയിരിക്കും, അതുപോലെ മോർ യൂണിഫോം പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിനുള്ളിൽ ബെറ്റർ സെപ്പറേഷൻ പോസിബിളാണ്. പിന്നെ TLCയുടെ പെർഫോമൻസ് സോൾവെൻറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ സോൾവെൻറ്റ് സ്പെസിഫിക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ സോൾവെൻറ്റ് സ്ട്രെങ്ത്തും ഡിപ്പെൻഡ് ചെയ്യും. സോൾവെൻറ്റ് സ്ട്രെങ്ത്ത് എന്ന് വെച്ചാൽ എ മെഷർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സോൾവെൻറ്റ് ആൻഡ് സോർബെൻറ്റ്. സോർബെൻറ്റും അതായത് സ്റ്റേഷനറി ഫേസിൽ കോട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ഈ സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ മെഷറിനെയാണ് സോൾവെൻറ്റ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. സിമ്പിൾ അഡ്സോർപ്ഷൻ തിൻ ലെയർ ഗ്രഫീൻ്റെ കേസിൽ ഈ സോൾവെൻറ്റ് സ്ട്രെങ്ത്ത് ഹയർ ആവുന്നതിനനുസരിച്ച് RF വാല്യൂ ഗ്രേറ്റർ ആയിരിക്കും. ടിപ്പിക്കൽ RF വാല്യൂ എന്ന് പറയുന്നത് 0.3 to 0.7 വരെയാണ്. അപ്പോൾ ഇത്രയും ആണ് TLCയിൽ പറയാനുള്ളത്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ പറയാനുള്ളത്. നമ്മൾ ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക്സ് ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് കോളം ക്രൊമാറ്റോഗ്രഫിയും ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയും HPLC ആണ്. അപ്പോൾ അത് കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് പഠിക്കാം. ബൈ.